ഹലോ ഗായ്സ്, എന്തൊക്കെയുണ്ട് വിശേഷം? എല്ലാവരും സുഖമായിട്ടിരിക്കുകയാണോ? ഞാനിവിടെ തിരക്കിടില്ല, വലിയ ബുദ്ധിമുട്ടില്ലാതെ മുന്നോട്ട് പോകുന്നു. കുറച്ചധികം ദിവസമായില്ലേ എന്നെ കണ്ടിട്ട്. കുറച്ച് കാര്യങ്ങളൊക്കെ ഹാൻഡിൽ ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. കാര്യങ്ങളൊക്കെ കുറച്ച് ബെറ്ററാണ്. ഡീറ്റെയിൽ ആയിട്ട് അടുത്ത വീഡിയോയിൽ എന്താണെന്നുള്ളത് ഞാൻ പറയാം കേട്ടോ. തൽക്കാലം ഇന്നത്തെ ഒരു ദിവസത്തിലോട്ട് എല്ലാവർക്കും സ്വാഗതം. നല്ല ചൂടാണ് കേട്ടോ ഇവിടെ. ചൂട് എന്ന് പറയുമ്പോൾ നമ്മൾ നാട്ടിലെയും അല്ലെങ്കിൽ വേറെ കൺട്രീസിലും ഒന്നും ചൂടിനായിട്ട് നമ്മൾ കമ്പയർ ചെയ്യരുത്. പക്ഷെ എന്നാലും ഇവിടുത്തെ വെച്ച് നോക്കുമ്പോൾ ഇന്നലെ 30 ഡിഗ്രി ആയിരുന്നു, ഇന്ന് 28 ഡിഗ്രിയാണ്. അപ്പോൾ അത്യാവശ്യം ചൂടുള്ള ദിവസങ്ങളാണ് ഇവിടെ. ചൂട് വന്നാൽ നമ്മൾ പൊതുവേ ചെയ്യുന്ന കാര്യം എന്താണ്? ബാർബിക്യൂ. ഇന്നൊരു ബാർബിക്യൂ പാർട്ടി ഒന്നുമല്ല, പക്ഷെ ഞാൻ, പ്രതു, ഗീതു, വിഷ്ണു, യുവി കൂടെ ചേർന്നിട്ട് ഇവിടെ തൊട്ടടുത്ത് ഒരു പാർക്കുണ്ട്. ഒരു കുഞ്ഞ് ലേക്കിൻ്റെ സൈഡിൽ നമുക്ക് മാറ്റൊക്കെ വിരിച്ചിരുന്ന് ഗംഭീരമായിട്ട് ബാർബിക്യൂ ചെയ്യാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഒരു സാധനം നമുക്ക് വീട്ടിലില്ല ബാർബിക്യൂ ചെയ്യേണ്ടത്. ഇന്ന് രാവിലെ ഇട്ടിട്ടുള്ള പ്ലാനായിരുന്നു. അതുകൊണ്ട് ഞാനിപ്പോൾ ഒന്ന് പുറത്ത് പോയിട്ട് കുഞ്ഞു ബാർബിക്യൂ ചെയ്യാൻ പറ്റുന്ന സ്റ്റാൻഡും കാര്യങ്ങളൊക്കെ വാങ്ങിയിട്ട് വരാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഇന്നത്തെ ഒരു വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം. നേരത്തെ പറഞ്ഞതുപോലെ വെൽക്കം ടു യെറ്റ് അനദർ എപ്പിസോഡ് ഓഫ് തനി മലയാളീസ് പ്രഹസനം. നമ്മുടെ ഈ മരത്തിന്റെ മുകളിൽ ഫുൾ ഇല വന്നു കേട്ടോ. ഇവിടെ ഇല വന്നു കഴിഞ്ഞാൽ ഒരു ഗുണം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ മോളുന്നത് അതാണ് നമ്മുടെ ബെഡ്റൂം വരുന്നത്. അവിടുന്ന് നമ്മൾ എന്തെങ്കിലുമൊക്കെ കാര്യം ചെയ്യുമ്പോൾ ഇപ്പുറത്തുള്ള വീടിന് ഫുൾ വ്യൂ ആണ്. സത്യം പറഞ്ഞാൽ നമ്മൾ പ്രോപ്പർലി കേട്ടണമൊന്നും ഇട്ടിട്ടില്ലെങ്കിൽ. പക്ഷെ ഈ ഒരു മരം ഇലകളൊക്കെ വന്നു കഴിഞ്ഞാൽ അത് കുറച്ച് ബെറ്ററാണ്. എൻ്റെ ശബ്ദം ഇനിയും തിരിച്ചു വന്നിട്ടില്ലേ എന്നുള്ള ചോദ്യം ഞാനിവിടെ സ്ട്രിക്ട്ലി നിരോധിച്ചിരിക്കുന്നു. കാരണം എനിക്ക് അറിഞ്ഞൂടെ അതൊന്ന് തിരിച്ചു വരുന്നുള്ളത്. ഇടയ്ക്കിടയ്ക്ക് പോവും, തിരിച്ചു വരും, പുതിയ വൈറസ് വരും, പഴയ വൈറസ് വരും. യുവി ഡേ കെയറിൽ പോകാൻ തുടങ്ങിയതിന് ശേഷം യുവി എല്ലാ 2 ആഴ്ച കൂടുമ്പോൾ ഒരു പുതിയ വൈറസായിട്ട് വരും. യുവിക്ക് എന്നിട്ട് ഒരു 2-3 ദിവസം കൂടുമ്പോൾ അത് മാറും. വിഷ്ണുവിന് അത് വരാറില്ല. എനിക്കാണെന്നുണ്ടെങ്കിൽ ഞാനത് ആഘോഷിക്കും. 5 ആഴ്ച 6 ആഴ്ച അങ്ങനെയൊക്കെ വെച്ച് സ്ലോലി യുവി ഇമ്മ്യൂണായി വരുന്നുണ്ട് തോന്നുന്നു. കാരണം അവന് പനി വരുന്ന ലെവലൊക്കെ അല്ലെങ്കിൽ ജലദോഷങ്ങൾ വരുന്നതൊക്കെ കുറച്ച് ആദ്യത്തെ വെച്ച് നോക്കുമ്പോൾ കുറഞ്ഞിട്ടുണ്ട്. ഞാൻ ഇമ്മ്യൂണൊന്നും ആവുമെന്ന് എനിക്ക് തോന്നുന്നില്ല. അപ്പോൾ നമുക്ക് പോയിട്ട് ബാർബിക്യൂ സ്റ്റാൻഡ് വാങ്ങിയിട്ട് വരാം. ഇവിടെ കണ്ടോ, ഇവിടെയൊക്കെ നല്ല പൂക്കളും അതേപോലെ തന്നെ നമ്മുടെ പേറും ഗ്രേപ്സും ഒക്കെ ഉണ്ടായിട്ടുണ്ട്. ഇത് സത്യം പറഞ്ഞാൽ നമ്മുടെ റോസല്ല കേട്ടോ, ഇത് അപ്പുറത്തെ വീട്ടിലെ റോസാണ്. പക്ഷെ ഈ റോസിന് സ്നേഹം കൂടുതൽ നമ്മുടെ അടുത്താ തോന്നുന്നു. നല്ലൊരു ഭാഗം ഈ ഒരു ഫെൻസിന്റെ ഇടയിൽ കൂടെ ഇങ്ങോട്ട് വന്നിട്ട് ഇവിടെയാണുള്ളത്. എൻ്റെ റോസ് സത്യം പറഞ്ഞാൽ ഇതാണ്. ഇത് ഞാൻ വെച്ച റോസാണ്. കുഞ്ഞു തയ്യാവുമ്പോൾ വെച്ചതായിരുന്നു. മുന്നത്തെ ഒരു വ്ളോഗിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഞാൻ വെച്ചൊരു റോസാണ് എന്നുള്ളത്. വെക്കുന്നത് കാണിക്കും ചെയ്തിട്ടുണ്ടായിരുന്നു തോന്നുന്നു. അപ്പോൾ അവന്മാരും ദേ കുറച്ച് പൂക്കളൊക്കെ ഇവിടെ ഇട്ട് തുടങ്ങിയിട്ടുണ്ട്. എന്ത് രസമായി നമ്മൾ വെച്ച ചെടിയിൽ ഇങ്ങനെ ഓരോ മരം കാണുമ്പോൾ. ഞാനിവിടെ ആകെ ഈ റോസ് മാത്രമേ വെച്ചിട്ടുള്ളൂ. പിന്നെ ഒരു ഓറഞ്ചും വെച്ചിട്ടുണ്ടായിരുന്നു, അത് ശരിയായി പോയില്ല. അപ്പോൾ ഇതാണ് ആപ്പിളിന് ഇത്തവണ നമ്മൾ പ്രോപ്പറായിട്ട് ഇതിനെന്തെങ്കിലും മരുന്ന് കൊടുക്കണം എന്നൊക്കെ വിചാരിച്ചിട്ടുണ്ടായിരുന്നു. കാരണം എപ്പോഴും അതിൻ്റെ മുകളിൽ ഒരു കുത്ത് വരും. പക്ഷേ ഒരു 10 ഡേയ്സിലൊക്കെ നമ്മൾ നാട്ടിലോട്ട് ട്രാവൽ ചെയ്യുമെന്നാണ് വിചാരിക്കണേ. അപ്പോൾ അതുകൊണ്ട് ഭയങ്കരമായിട്ട് ഞാൻ ഈ ടേക്ക് കെയർ ചെയ്തിട്ടും വലിയ കാര്യമൊന്നും ഉണ്ടാവും തോന്നുന്നില്ല. ഇവിടെ ദേ പേരുണ്ട്. അങ്ങനെ ഉഷാറാണ് നമ്മുടെ ഗാർഡൻ മൊത്തം. ഇപ്പോൾ ഒരു സാധനം കാണിച്ചുതരാം കേട്ടോ. ഇത് കണ്ടോ, ഒരു മീനിൻ്റെ തലയാണ് തോന്നണു. പക്ഷി കൊത്തിക്കൊണ്ടിട്ട് ഇട്ടതായിരിക്കണം. ബ്ലഡി പക്ഷി. പക്ഷെ പറഞ്ഞിട്ട് എന്താ കാര്യം, അവർക്ക് ഇതിലും കഴിക്കേണ്ടതല്ലേ. അപ്പോൾ അതൊന്നും എടുത്ത് കളയണം. മുന്തിരി വന്നോ എന്നുള്ളത് സത്യം പറഞ്ഞാൽ ഞാൻ നോക്കിയിട്ടില്ല കേട്ടോ. ഇതിനൊക്കെ ഇടയ്ക്ക് വിഷ്ണു വെള്ളം നനയ്ക്കുന്നത് കാണാം. ഞാൻ കാര്യമായിട്ട് അതിലോട്ട് ഇറങ്ങിയിട്ടില്ല. അതെ കുഞ്ഞു കുഞ്ഞു മുന്തിരിയൊക്കെ വന്നിട്ടുണ്ട്. കൊള്ളാം. അപ്പം ഇനി ഗാർഡൻ നോക്കി സമയം കളയണ്ട, നമുക്ക് സാധനം വാങ്ങിക്കാൻ പോകാം. ജസ്റ്റ് 4 ആൾക്കാർ മാത്രമായിട്ടുള്ള പരിപാടി ആകുമ്പോഴേ അതിനേക്കാൾ നമുക്ക് കൂടുതൽ ഹരം കിട്ടുക കൂടുതൽ ആൾക്കാരുള്ളപ്പോഴാണല്ലോ. അപ്പോൾ ഞാൻ ആൾക്കാരെ കൂട്ടാൻ വേണ്ടിയിട്ട് ഞാൻ മിടിക്കുകയാണല്ലോ. അപ്പോൾ അതുകൊണ്ട് ഞാൻ ഷെറീറിനെയും റോസിനെയൊക്കെ വിളിച്ച് ചോദിക്കുമായിരുന്നു. പക്ഷെ എല്ലാവർക്കും ഓരോരോ പരിപാടികളുണ്ട് കേട്ടോ. പക്ഷെ ഷെറീറിനെ വിളിച്ചപ്പോഴാണ് ഞാൻ പെട്ടെന്ന് ഓർത്ത്, എനിക്കറിയായിരുന്നു ഇന്ന് ഈദാണ് എന്നുള്ളത്. അപ്പോൾ എല്ലാവർക്കും ഈദ് മുബാറക്. നമ്മളിവിടെ സെലിബ്രേഷൻ വെച്ചിട്ടുള്ളത് ഈ വരുന്ന സാറ്റർഡേ ആണ്. അപ്പോൾ നമ്മൾ ഗ്രൂപ്പിൽ ഇങ്ങനെ എല്ലാവരും വിഷ് ചെയ്തിരുന്നു. പക്ഷേ ഞാനത് പെട്ടെന്ന് വീഡിയോയുടെ തുടക്കത്തിൽ പറയാൻ മറന്നു. അപ്പോൾ എല്ലാവർക്കും ഹൃദയം നിറഞ്ഞ ഈദ് ആശംസകൾ. നമുക്ക് പോയിട്ട് ഇനി നമ്മുടെ ബാർബിക്യൂ ചെയ്യാൻ പറ്റുന്ന സ്റ്റാൻഡ് ആദ്യം മേടിക്കണം. ഇന്നിവിടെ വേസ്റ്റ് കളക്ട് ചെയ്യുന്ന ദിവസമാണ്. ഇന്ന് ഗ്രീൻ വേസ്റ്റ് ആണ്, നമ്മുടെ കിച്ചൺ വേസ്റ്റ് ഒക്കെ അല്ലേ. അപ്പോൾ അതെടുക്കാൻ വേണ്ടി ഇതേ വണ്ടി വന്നിട്ടുണ്ട്. അപ്പോൾ അതെടുക്കുന്ന സമയത്ത് വണ്ടികൾ ഇങ്ങനെ 2 സൈഡിലും വളരെ ക്ഷമയോടുകൂടെ വെയിറ്റ് ചെയ്ത് നിൽക്കുന്നതാണ്. സിംഫണി എന്ന് പറയുന്ന ഒരു സ്ഥലത്താണ് കേട്ടോ വന്നിട്ടുള്ളത്. ഇവിടെ ആക്ഷൻ ഉണ്ട്. ഇവിടെ നമുക്ക് ആദ്യം നമ്മുടെ ബാർബിക്യൂവിൻ്റെ സ്റ്റാൻഡ് എടുക്കാം. ആക്ഷൻ വലിയ തിരക്കേടില്ലാത്തൊരു കടയാണ് കേട്ടോ. ഇന്ന് രാവിലെ ആയിരുന്നു ബാർബിക്യൂ ചെയ്യാന്നുള്ള പ്ലാൻ വന്നത്. അപ്പോൾ ഇവിടെ അത്യാവശ്യം നല്ല റേറ്റ് പറഞ്ഞ് നമുക്ക് ബാർബിക്യൂ ചെയ്യാൻ പറ്റിയ സ്റ്റാൻഡ് കിട്ടും. ഇതാണ് ആക്ഷൻ. ഇവിടെ ഏറ്റവും ചെറിയ സ്റ്റാൻഡ് ഏതാണോ അത് നമുക്കെടുക്കാം. ഇതാണ് നമുക്കുള്ളൊരു ഓപ്ഷൻ. ഇതിന് 29 യൂറോ ആണ് വരുന്നത്. ചാർക്കോൾ ബാർബിക്യൂ.
നേരത്തെ നമ്മൾ പറഞ്ഞ അതേ ബാർബിക്യൂ സ്റ്റാൻഡ് എടുത്ത് കേട്ടോ. €29 9.9. എത്ര ഡ്യൂറബിലിറ്റി ഉണ്ടാവും എന്നുള്ളതൊന്നും അറിയില്ല. 2 തവണ നമുക്കത് പറ്റിയതായിരുന്നു. ഒരു തവണ നമ്മൾ ഈ പറയുന്ന പോലെ പോർട്ടബിൾ ആയിട്ടുള്ള ആക്ഷൻ ഒന്ന് എടുത്തു, ഒരു യൂസ് അത് തീരുമാനമായി. പിന്നെ ഒന്ന് നമ്മൾ ഒരു കുറച്ച് എക്സ്പെൻസീവ് ആയിട്ടുള്ളൊരു സാധനം വാങ്ങി. പക്ഷെ അതും നമ്മൾ ട്രാൻസ്പോർട്ട് ചെയ്യാൻ വേണ്ടി ശ്രമിച്ചു കഴിഞ്ഞപ്പോൾ അതും കൊള്ളായി. അതുകൊണ്ട് പിന്നെ നമ്മൾ വിചാരിച്ചായിരുന്നു ഇനി ഇലക്ട്രിക്കേ വാങ്ങിക്കുള്ളൂ എന്നുള്ളത്. പക്ഷെ വീണ്ടും ഞാൻ പ്ലാനുകളൊക്കെ വളരെ സ്പോണ്ടേനിയസ് ആണ്, മുൻകൂട്ടി പ്ലാൻ ചെയ്തിട്ടൊന്നുമല്ല ചെയ്യണത്. അപ്പോൾ അതുകൊണ്ടൊന്ന് ഗവേഷിച്ച് വാങ്ങിക്കാനുള്ള സമയമൊന്നും ഇതുവരെ ഉണ്ടായിട്ടില്ല. ഇനി ഒന്ന് നോക്കി വാങ്ങിച്ചു വെക്കണം മുന്നേ. ഗ്രില്ല് ചെയ്യാൻ വേണ്ടി കുറച്ച് ചിക്കനും മട്ടണും അതേപോലെ തന്നെ കുറച്ച് ഫ്രൂട്ട്സും ഒക്കെ നമ്മളിവിടെ ടർക്കി ഷോപ്പിൽ നിന്ന് വാങ്ങിയിട്ടോ. ചിക്കനും ആവശ്യമുള്ള കുറച്ച് ഫ്രൂട്ട്സും വാങ്ങി, അത്രേ ഉള്ളൂ. ഇനി നമുക്ക് വീട്ടിൽ പോയിട്ട് ഇതൊക്കെ ഒന്ന് മാരിനേറ്റ് ചെയ്ത് പെട്ടിയിലാക്കാം. ഇവിടെ എല്ലാം നമുക്ക് ഹാംബർഗറും അങ്ങനത്തെ കാര്യങ്ങളെ കാണുന്നുള്ളൂ. ചിക്കൻ്റെ ബർഗർ ഇല്ല. എന്ത് ചെയ്യും? പ്രതുവിനോടും ഗീതോടും വരുമ്പോൾ എടുക്കാൻ പറയാം അല്ലേ. ബർഗർ പാറ്റ് കിട്ടിയില്ലെങ്കിലും ബർഗർ ബണ്ണ് കിട്ടിയിട്ടോ. ബാക്കി പാറ്റ് ഗീതുവിനോട് എടുക്കാൻ പറയാം. ഗീതുവിൻ്റെ വീടിൻ്റെ അടുത്തും ഒരു ആൽബർട്ടൈൻ ഉണ്ട്. ഇവിടെ ആൽബർട്ടൈനിലെ നമ്മുടെ സ്ട്രീറ്റിൽ തന്നെയുള്ള ഒരാളെ കണ്ടു കേട്ടോ, ഒരു ലേഡി. എനിക്കവരെ കാണുമ്പോൾ എപ്പോഴും പ്രിൻസസ് ഡയാനെ പോലെ തോന്നും. കുറച്ച് ഓവറായോ എന്നറിയില്ല, പക്ഷേ എനിക്ക് സത്യം പറഞ്ഞാൽ എനിക്ക് എപ്പോഴും അങ്ങനെ തോന്നും. അതുകൊണ്ട് ഞാൻ ശ്രദ്ധിച്ചിട്ടുണ്ട് അവരെപ്പോഴും. അവർ മക്കളായിട്ട് വന്നിട്ടുണ്ടായിരുന്നു. കുതിരകളി പിള്ളേർ നിലത്ത് കടന്ന് ഉരുളലും പിടിക്കലും തള്ളലും വലിക്കലും അവരെ കുറച്ച് കൺട്രോൾ പോകുന്ന ഞാൻ കണ്ടു. ഇവിടെ പൊതുവേ അങ്ങനെ ചൂടാവുന്നതോ അല്ലെങ്കിൽ കുട്ടികളെ കുറച്ച് ഹാർഷായിട്ട് പിടിക്കുന്നതൊന്നും ഞാൻ കാണുന്നേ ചെയ്യാറില്ല. അവരെനിക്ക് തോന്നുന്നു ഡച്ച് തന്നെയാണെന്ന് കേട്ടോ. അപ്പോൾ ഇതവരുടെ കിളി കുറച്ചൊന്ന് പോണത് ഞാൻ കണ്ടായിരുന്നു. തെറ്റ് പറയാൻ പറ്റില്ല. വീട്ടിലെത്തി. ചെറിയ സിമ്പിൾ മാരിനേഷനേ ഉള്ളൂ, വലിയ പണിയൊന്നുമില്ല. നമ്മുടെ ബാക്കിൽ കാണുന്ന വീടുകളൊക്കെ അല്ലേ, അതൊക്കെ മെയിൻ്റനൻസിലാണ്. അപ്പോൾ അതിൻ്റെ പെയിൻ്റ് അടി, ഓട് മാറ്റൽ, അങ്ങനത്തെ പരിപാടിയൊക്കെ നടന്നുകൊണ്ടിരിക്കുക. വേറെ സ്വിഷ് ബോയ് ഡോറ് തുറക്കാനൊരു മടി. പിടിക്കൂ, എൻ്റെ ചെറുവിരൽ പൊട്ടിപ്പോൾ. ചെറുവിരൽ 1 കിലോ ആണ് തങ്ങക്കണം. എന്താല്ലേ മസിൽ വർക്കൗട്ട്. ഇപ്പം എങ്ങനെ ഇരിക്കണ്? ഞാൻ പോയിട്ട് ഈ ചിക്കനും അതേപോലെ തന്നെ മട്ടണും ഒക്കെ വാങ്ങിച്ചോണ്ട് മാരിനേറ്റ് ചെയ്യാമെന്ന് വിചാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഇന്ന് ക്ലൗഡിയാണ്, കുറച്ചെന്ന് അറിയായിരുന്നു. പക്ഷെ ഇത്ര ക്ലൗഡിയാണെന്ന് അറിയണ്ടായിരുന്നില്ല. സൺലൈറ്റ് അത്ര ഇല്ല, തണുപ്പൊന്നുമില്ല കേട്ടോ. പക്ഷെ എന്നാലും ക്ലൗഡി ആണെങ്കിലും ഒരു രസം ഉണ്ടായിരിക്കുമല്ലോ നമ്മൾ പുറത്ത് പോയിരിക്കുമ്പോൾ. അതുകൊണ്ട് ഗീതുവും വിഷ്ണുവും ഒക്കെ വിളിച്ച് എൻ്റെ മനസ്സ് മാറ്റി. അതുകൊണ്ട് ബാർബിക്യൂ നമ്മൾ നാളത്തേക്ക് ആക്കി. നാളെ കഴിഞ്ഞാണ് റോസിൻ്റെ പേരൻസ് പോണേ. അപ്പോൾ നാളെ ഈവനിങ് റോസിൻ്റെ പേരൻസിനെ പോയി കാണാമെന്നാണ് വിചാരിച്ചിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഇന്ന് തൽക്കാലം റോസിൻ്റെ പേരൻസിനെ പോയി കണ്ടിട്ട് ബാർബിക്യൂ നമ്മൾ നാളത്തോട്ട് മാറ്റിയിരിക്കുന്നു. ഞാൻ ഇനി എന്ത് ചെയ്യണം? ഈ വ്ളോഗ് കണ്ടിന്യൂ ചെയ്യണോ അതോ നാളെ ഇനി ബാർബിക്യൂ ആയിട്ട് നമ്മളത് കണ്ടിന്യൂ ചെയ്യണം? അപ്പോൾ നമ്മൾ ഇന്നത്തെ പരിപാടി മാറ്റി വെച്ചു. ഞാനപ്പോൾ എന്ത് ചെയ്യണം? മറ്റേ ഇത് കണ്ടിന്യൂ ചെയ്യണോ ഇത് നിർത്തണം? താങ്ക്സ് ഫോർ ദ അഡ്വൈസ്. അത്ര മോശമൊന്നുമല്ല വെതർ, വേണമെങ്കിൽ പോവാം. കാല് വേനിക്കുണ്ട് കേട്ടോ. എന്താ പിടിച്ചാണ് അമർത്തുക. ഹലോ, ഇന്നലെ പോയ ഞാൻ ഇന്ന് തിരിച്ചെത്തിയിരിക്കുകയാണ്. ഇന്നലെ പിന്നെ വെതർ നല്ലതല്ല എന്നൊക്കെ പറഞ്ഞ് പുറത്ത് പോയി ബാർബിക്യൂ ചെയ്ത് കഴിഞ്ഞാൽ ഭയങ്കര തണുക്കും പിടിക്കും എന്നൊക്കെ പറഞ്ഞ് ഇന്നലെ പരിപാടി ക്യാൻസൽ ചെയ്ത് ഇന്നത്തോട്ട് നമ്മൾ മാറ്റി. ഇന്നലെ റോസിൻ്റെ അപ്പേനെയും അമ്മേനെയൊക്കെ നമ്മൾ പോയി കണ്ടു. അവർ നാളെ പോവുകയാണ്. അപ്പം കണ്ട് ഒരു ടാറ്റ ബൈ ബൈ ഒക്കെ പറഞ്ഞ് തിരിച്ച് വീട്ടിൽ വന്നു. ഇന്ന് പുറത്ത് സൂര്യൻ കത്തി ജ്വലിച്ച് നിൽക്കുന്നത് കാരണം ഇവിടെ വരൂ, ഇവിടെ ഒളിഞ്ഞു നോക്കാതെ ഇവിടെ വരുമോ? ഇവിടെ ഒരു കാര്യം പറയാനുണ്ട്. ഞാനിപ്പോൾ ഒരു കംപ്ലൈന്റ് പറയാൻ പോവായിരുന്നു. എല്ലാവരും മടിയന്മാരാണ്. വിഷ്ണുവിന് ഇനി പാർക്കിലൊക്കെ പോയി ബാർബിക്യൂ സ്റ്റാൻഡൊക്കെ ഫിക്സ് ചെയ്ത് കനലൊക്കെ ഇട്ട് കത്തിച്ച് വയ്യാത്തത് കാരണം എന്നോട് കുറെ പിച്ച് ചെയ്തു. ഞാൻ മൈൻഡ് ചെയ്യാതെ കഴിഞ്ഞപ്പോൾ പ്രതുവിനെ വിളിച്ച് വശീകരിച്ചു. വിളിച്ചു എന്റെ പ്രതു എന്നെ വിളിച്ചിട്ട് ഇൻഫ്ലുവൻസ് ചെയ്യാൻ ശ്രമിച്ചു അകത്തുനിന്നാക്കാന്നുള്ളത്. അപ്പൊ ഞാൻ സനിച്ചേട്ടനെ നമുക്ക് വേണ്ട, നമ്മൾ എന്തായാലും പുറത്ത് തന്നെ ചെയ്യണം എന്ന് പറയാൻ വേണ്ടി വിളിച്ചപ്പോൾ സനിച്ചേട്ടൻ പറഞ്ഞു നല്ലൊരു ഐഡിയ, നമ്മൾ ആദ്യം ഈ മാരിനേറ്റ് ചെയ്ത കോഴിയൊക്കെ ആയിട്ട് സഞ്ചേട്ടൻ്റെ വിട്ടു പോകും. എന്നിട്ട് അവിടുന്ന് സഞ്ചേട്ടൻ പെട്ടെന്ന് ചുടും. എന്നിട്ട് നമ്മൾ ഈ ഫുഡായിട്ട് എല്ലാരും മടിയന്മാരാണ്. ഒരാൾക്ക് എക്സ്ട്രാ എന്റർടൈൻമെന്റ് സീരിയസ്ലി ചെയ്യാൻ പറ്റില്ല. കാരണം നമ്മള് ഗീതു എത്തുമ്പോ 6:30 യുവീനെ ഞാൻ പിടിച്ചോണ്ട് എനിക്കിത് ഫിക്സ് ചെയ്യാൻ പറ്റില്ല. 6:30 വന്നിട്ട് നമ്മൾ പാർക്കിൽ എത്തുമ്പോൾ 7 മണി 7:15. ഇത് സാധനം ഫിക്സ് ചെയ്യാൻ മിനിമം ഞാനും പ്രതും നോക്കിയപ്പോൾ 45 മിനിറ്റ്സ് ആവും. 8 മണിക്ക് ചൂടാവാൻ തുടങ്ങും. 8:30. പിന്നെ ഇത് രാത്രി കഴിക്കുമ്പോൾ ചിലപ്പോൾ ടോർച്ചടിച്ച് കഴിക്കേണ്ടി.
ഇനി എവിടെ സമയമുള്ളത്? എനിക്ക് പറയാനില്ല ഒന്നും. മടിയന്മാരാണ് എല്ലാവരും എത്തണം. അപ്പം ഞാൻ പോയിട്ട് എന്നെ ഏൽപ്പിച്ച പണി ഞാൻ മര്യാദയ്ക്ക്, എന്നെ ഏൽപ്പിച്ചല്ല ഞാൻ ഏറ്റെടുത്ത പണി മര്യാദയ്ക്ക് ചെയ്യട്ടെ. ചിക്കനൊക്കെ മാറിനേറ്റ് ചെയ്ത് അതിൻ്റെ ചട്നിയും കിഡ്നിയും ഒക്കെ നമുക്ക് കറക്റ്റായിട്ട് ഉണ്ടാക്കാം. ഇത് രണ്ടുമില്ല. അടുത്ത പിച്ച് എന്താണെന്നറിയോ, ഈ ഫുഡ് നമ്മൾ ഉണ്ടാക്കിയിട്ട് എന്തിനാണ് പാർക്കിൽ പോണത്? കഴിച്ചതിന് ശേഷം നടക്കാൻ പാർക്കിൽ പോവാന്ന്. പാർക്ക് പോണെന്നല്ലേ. താനൊരു കാര്യം മനസ്സിലാക്കണം. അല്ലെങ്കിൽ സനിയോട് ഒന്ന് ഫിക്സ് ചെയ്യാൻ പറ. താനൊരു കാര്യം മനസ്സിലാക്കണം. തൻ്റെ ലൈഫിൽ ഞാൻ ഇല്ലെങ്കിൽ തനിക്ക് എന്റർടൈൻമെന്റ് ഇല്ല. ഇതിന് എന്റർടൈൻമെന്റ് ആണ് വിളിക്കുന്നതെങ്കിൽ എനിക്കിതിന് വേറെ എന്തെങ്കിലും പേരിടേണ്ടി വരും. കാരണം ഒന്നും വയ്യ, പുറത്ത് പോയിട്ട് ബാർബിക്യൂ ചെയ്യാൻ വയ്യ. അത് കഴിഞ്ഞ് വന്നു കഴിഞ്ഞിട്ട് ഇപ്പൊ ഉണ്ടാക്കിയ ഭക്ഷണങ്ങൾ കൊണ്ടുപോയി പണിയില്ലാണ്ട് വീട്ടിൽ നിന്ന് നല്ലോണം കഴിക്കുക. ചൂടാക്കി ബാർബിക്യൂ ചെയ്ത് എന്തിനാ ചൂടോടെ കഴിക്കാനല്ലേ? അത് പെട്ടി കാസറോളാക്കി ആരെങ്കിലും അവിടെ പോയിരുന്ന് കഴിക്കും. അത് പൊട്ടത്തനാണ്. ഞാൻ വീട്ടിൽ ഇരുന്ന് കഴിച്ചിട്ട് ഞാൻ നിങ്ങളോട് വന്നോളാം അങ്ങോട്ട്. നടക്കാൻ വരിക ഇയാളെ ഞാൻ കച്ചവടത്തിന് വെക്കണ്ട, ആർക്കെങ്കിലും വേണമെങ്കിൽ എടുത്തോട്ടോ. നല്ല വില തരണം. ബാർബിക്യൂ ചെയ്യാനുള്ള ഐറ്റംസ് എല്ലാം ഇവിടെ റെഡിയാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. ഇത് നമ്മുടെ വെരി ഫേമസ് മാംഗോ സാലഡ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഭയങ്കര ടേസ്റ്റ് ആട്ടോ. അത് ഇന്നലെ ഞാൻ പറഞ്ഞതെന്ന് എനിക്കറിയാം, പക്ഷെ ഞാൻ ഒന്നും കൂടെ പറഞ്ഞതാണ്. ഇത് ലാം ചോപ്സ് ഇവിടെ മാരിനേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഒരു വലിയ എന്താ പറ്റിയെന്നുള്ളത് അറിയോ? ഞാൻ ഇന്നലെ പോയിട്ട് ചിക്കൻ വാങ്ങിയിട്ടുണ്ടായിരുന്നില്ലേ, ആ ചിക്കൻ നേരെ കൊടുത്ത് നമ്മൾ ഫ്രിഡ്ജിലാണ് വെച്ചത്. ഫ്രീസറിൽ വെക്കേണ്ടെന്ന് ഞാൻ ഓർത്തു. എൻ്റെ പൊട്ട ബുദ്ധിക്ക് മുന്നേയും ഈ എക്സ്പീരിയൻസ് എനിക്ക് ഉണ്ടായിട്ടുണ്ട്. പക്ഷെ ഇത് രാവിലെ എടുത്തപ്പോൾ നല്ല മാറ്റം. ആ ശരി, അന്നൊരു പ്രാവശ്യം ഉണ്ടായിട്ടുണ്ട്. ഫ്രീസറിൽ വെച്ചാൽ മതിയായിരുന്നു. ഇന്ന് രാവിലെ എടുത്ത് ഫ്രിഡ്ജിക്ക് വെച്ചാൽ മതിയായിരുന്നു. ബേബി ഷവറിന് ഞാൻ കാര്യമായിട്ട് തലേന്ന്, ആമിയുടെ ബേബി ഷവറിനല്ല, ചേച്ചിയുടെ ബേബി ഷവറിന് നമ്മൾ ചിക്കനൊക്കെ വാങ്ങിച്ചോണ്ട് ഫ്രിഡ്ജിൽ വെച്ച് നല്ല മണമായി. അത് അടുത്ത ദിവസം എടുത്തപ്പോൾ അതേപോലത്തെ എക്സ്പീരിയൻസ് ആയിരുന്നു. ഭയങ്കര ഇത് കേട് വന്നൊരു ഭയങ്കര മണമാണുള്ളത് വരിക, അങ്ങനത്തെ ഒരു മണം. അതുകൊണ്ട് ഇപ്പോൾ വിഷ്ണു പോയിട്ട് ഇതേ ചിക്കൻ വാങ്ങി വന്നു. ഇത് നമുക്ക് മാരിനേറ്റ് ചെയ്യാം. എടോ, താൻ കല്യാണത്തിന് മുന്നേ ചിക്കൻ മുറിച്ചിട്ടുണ്ടോ? ഉണ്ട് കുക്ക് ചെയ്യുമായിരുന്നു അല്ലേ? അയ്യോ, എന്തൊരു മയത്തിലാണ് വിഷ്ണു വർത്തമാനം പറയണേ. ഈ വീടിന് ഇടയ്ക്ക് എനിക്ക് ഇറങ്ങി ഓടാൻ തോന്നാറുണ്ട് വിഷ്ണുവിന്റെ ശബ്ദം കാരണം. ഞാൻ ഇടയ്ക്ക് പറയും എന്തിനാണ് ഫോണിന്റെ ആവശ്യം, ഇവിടുന്ന് പറഞ്ഞാൽ മതി, കോഴിക്കോടിക്ക് അങ്ങോട്ട് കേൾക്കുന്നു, ചെവി അങ്ങോട്ട് പൊട്ടിപ്പോവും. ഒരു മീറ്റിംഗ് ഒക്കെ താത്തുനിന്ന് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഇങ്ങനെ കുലുങ്ങും വീട്. ഞാൻ ചെയ്താൽ കട്ടായി പോകും. ചില സാലഡിന് കട്ടൊരു പ്രശ്നമായിരിക്കുമല്ലോ, പക്ഷെ ഈ ഒരു സാലഡിന് ആ ഒരു പ്രശ്നമല്ല. നമുക്ക് ചെറുതായി കിട്ടിയാൽ മതി. അതുകൊണ്ട് നമുക്ക് ചോപ്പറിൽ തന്നെ ഇട്ടിട്ട് നല്ലോണം ചോപ്പ് ചെയ്തെടുക്കാം. ഞാൻ ചിലതില് ഈ മാങ്ങ നല്ലോണം അരച്ചിട്ട് അതൊരു പ്യൂരേ പോലെ ആക്കിയിട്ടും ഈ ഒരു സാലഡിൽ ഒഴിക്കാറുണ്ട് കേട്ടോ. അങ്ങനെയാണെങ്കിൽ എനിക്ക് ഗുഡായിട്ട് തോന്നിയിട്ടുണ്ട്. കഴിഞ്ഞ കൊല്ലം സമ്മറിലാണ് ഈ ഒരു സാലഡിൻ്റെ റെസിപ്പി ഞാൻ ആദ്യമായിട്ട് ഷെയർ ചെയ്യുന്നത് കേട്ടോ. അന്ന് ഒരുപാട് പേര് ട്രൈ ചെയ്തിട്ട് നല്ല ടേസ്റ്റ് ഉണ്ടെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. പ്രത്യേകിച്ച് നാട്ടിൽ നല്ല മധുരമുള്ള മാങ്ങയും കൂടെ കിട്ടുമ്പോൾ ഇത് ട്രൈ ചെയ്ത് അടിപൊളിയായിരിക്കും. മാങ്ങയുടെ മധുരം, ചെറിയൊരു സവാളയുടെ എരിയും, പിന്നെ അതേപോലെ തന്നെ നാരങ്ങ നീരിൻ്റെ പുളി എല്ലാം കൂടെ ചേർന്ന് നല്ലൊരു അടിപൊളി റിഫ്രഷിംഗ് ആയിട്ടുള്ളൊരു സാലഡാണ് കേട്ടോ. മാങ്ങയ്ക്ക് പകരം വേണമെങ്കിൽ വാട്ടർമെലോൺ വെച്ചിട്ട് ഇതന്നെ ചെയ്യേ. ഞാനൊരു തവണ അങ്ങനെ ട്രൈ ചെയ്ത് നോക്കിയിട്ടുണ്ടായിരുന്നു. അതും അടിപൊളിയായിരുന്നു. അപ്പോൾ നേരത്തെ പറഞ്ഞതുപോലെ മാങ്ങ ചെറുതാക്കി അരിഞ്ഞ് അതിനുശേഷം സവാളയും നല്ലോണം ചെറുതാക്കി അരിഞ്ഞ്, മാങ്ങയായിരിക്കണം കേട്ടോ കൂടുതൽ നിൽക്കുന്നത് അതിൽ. പിന്നെ ഞാനൊരു 2 ചെറിയ കക്കരിക്ക ആഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. പിന്നെ ഒപ്പം ഒരു ബെൽ പെപ്പറാണ് ആഡ് ചെയ്തത്. ഒരു ബെൽ പെപ്പറല്ല, പകുതി ബെൽ പെപ്പർ. ആ ഒരു ടേസ്റ്റ് മാറ്റം വരത്തില്ല എന്ന് തോന്നുന്ന ഏതൊരു ഫ്രൂട്ട്സും വെജിറ്റബിൾസും നമുക്ക് ഇതിൻ്റെ ഒപ്പം ആഡ് ചെയ്യാം കേട്ടോ. ഈ ബെൽ പെപ്പർ ആക്ച്വലി എനിക്ക് അത്ര ഇഷ്ടമുള്ളൊരു സാധനമല്ല. അതിനൊരു പ്രത്യേക ടേസ്റ്റ് ഉണ്ടല്ലോ. അതുകൊണ്ട് ഞാൻ കുറച്ച് മാത്രമേ ഇതിലോട്ട് ആഡ് ചെയ്യുന്നുള്ളൂ. ഇനി ഉറപ്പായിട്ടും മിസ് ചെയ്യാൻ പാടില്ല എന്ന് ഉറപ്പുള്ളൊരു കാര്യമാണ് മല്ലിച്ചപ്പ്. ഈ ഒരു സാലഡിന് ഈ ഒരു മല്ലിച്ചപ്പിൻ്റെ ഫ്ലേവർ ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ കുറച്ചൊരു പിടി മല്ലിച്ചപ്പും കൂടെ ആഡ് ചെയ്തതിന് ശേഷം നമ്മളതിലോട്ട് പിന്നെ കുറച്ച് പെപ്പറാണ് ആഡ് ചെയ്യുന്നത്. പിന്നെ കുറച്ച് ഉപ്പും നാരങ്ങ നീരും. ഒരു നാരങ്ങ മുഴുവൻ ഞാൻ ആഡ് ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. ഈ റൈസ് വിനീഗറൊക്കെ വേണമെങ്കിൽ അത് ഉപയോഗിക്കാം. എനിക്ക് ഇന്നവിടെ ഉണ്ടായിരുന്നില്ല. അതുകൊണ്ട് ഞാൻ നാരങ്ങ നീരും പെപ്പറും ഉപ്പും മാത്രമാണ് ഈ ഒരു എന്താ പറയുക സാലഡിന് വേണ്ടി ഉപയോഗിച്ചിട്ടുള്ളൂ. ഇനി എല്ലാം കൂടെ നല്ലോണം മിക്സ് ചെയ്യണം. ഇത് അപ്പം കഴിക്കുന്നതിനേക്കാളും ഒരു 10-15 മിനിറ്റ് ഒന്ന് ഇരുന്ന് കഴിക്കുമ്പോഴാണ് കേട്ടോ മുഴുവൻ എല്ലാം കൂടെ കൂടി ചേർന്നിട്ടുള്ള ടേസ്റ്റ് കിട്ടുക. പിന്നെ വാങ്ങിയ ചിക്കൻ ഒന്ന് മാരിനേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് 2 മിക്സ് ഉണ്ടാക്കുന്നുണ്ട്. ഓരോരുത്തർക്ക് അവരുടേതായിട്ടുള്ള രീതിയിലുള്ള ചിക്കൻ മാരിനേഷൻ ഉണ്ടായിരിക്കുമല്ലോ. അപ്പോൾ ഞാൻ എൻ്റെ കയ്യിലുള്ളത് എല്ലാം എടുത്തിട്ട് കുറച്ച് മല്ലിയിലയും പുതിനയിലയും എല്ലാം കൂടി ഇട്ടിട്ടുള്ള ഒരു മാരിനേഷനാണ് ചെയ്യുന്നത് കേട്ടോ. ഇന്ന് മെയിനായിട്ട് ചിക്കനാണുള്ളത്. പിന്നെ ബീഫിൻ്റെ ബർഗറുണ്ട്. പിന്നെ കുറച്ച് ലാം ചോപ്സ് ഞാൻ വാങ്ങിയിട്ടുണ്ട്. അതാണ് നമ്മുടെ ഇന്നത്തെ മെയിൻ ബാർബിക്യൂവിനുള്ള ഐറ്റംസ് എന്ന് പറയുന്നത്.
ഇടയ്ക്ക് നമ്മളിങ്ങനെ അളവൊന്നും നോക്കാതെ നമുക്ക് കയ്യിൽ കിട്ടിയതെല്ലാം എടുത്തിട്ട് എല്ലാ സോസും കാര്യങ്ങളും എല്ലാം ഒഴിച്ചതിന് ശേഷം മാറിനേറ്റ് ചെയ്യുമ്പോൾ ചിക്കൻ നല്ല ടേസ്റ്റ് വരില്ലേ? ആ ടേസ്റ്റ് വരുന്നുള്ള വിശ്വാസത്തിലാണ് ഞാൻ കയ്യിൽ കിട്ടിയതെല്ലാം ഇതിലോട്ട് ഇങ്ങനെ എടുത്തിട്ടുകൊണ്ടിരിക്കുന്നത്. താൻ പണ്ട് മുതലൊരു കോഴി എക്സ്പേർട്ടായിരുന്നോ? പണ്ട് മുതലൊരു കോഴി എക്സ്പേർട്ടായിരുന്നോ? ഞാൻ സീരിയസ് ആയിട്ട് ചോദിക്കാം, നല്ല ഭംഗിയിൽ കോഴി മാറിനേറ്റ് ചെയ്യുന്നുണ്ട്. ഈ 2 മാരിനേഷൻ ആട്ടോ നമ്മൾ ചെയ്തത്. ഇതിൽ ഞാൻ പറഞ്ഞില്ലേ നമ്മൾ എല്ലാ പൊടികളും ഇട്ടിട്ടുണ്ട്. ഇതെനിക്ക് കുറച്ചൊരു വൈറ്റ് മാരിനേഷൻ ചെയ്യണം എന്നായിരുന്നു. അപ്പോൾ അതിനൊരു ശരിക്കൊരു ക്രീമും കൂടെ ആഡ് ചെയ്യും. അതിവിടെ ഇല്ല, പെട്ടെന്ന് തോന്നിയതാണല്ലോ. അപ്പോൾ ഞാൻ നാരങ്ങ നീര്, യോഗേട്ട്, ഗരം മസാല, അങ്ങനത്തെ കുറച്ച് സാധനങ്ങളൊക്കെ ആഡ് ചെയ്തിട്ടുള്ള ഒരു മിക്സ് ആണ് കേട്ടോ ഇത്. ഇതും വിഷ്ണു ഒന്ന് മാരിനേറ്റ് ചെയ്താൽ നമുക്ക് മെല്ലെ ഒരു ചട്നിയാണ്. എനിക്ക് ഈ ബാർബിക്യൂവിൻ്റെ ഒപ്പം ഈ ഒരു ഗ്രീൻ ചട്നി ഭയങ്കര ഇഷ്ടമാണ്. ഇത് മുളകും പുതിന, മല്ലിയില, ചെറിയൊരു കഷ്ണം വെളുത്തുള്ളി, ഇഞ്ചി, അങ്ങനത്തെ സംഗതികളൊക്കെ ആഡ് ചെയ്ത് അവസാനം കുറച്ച് തൈരും കൂടെ ചേർത്തെടുത്ത് കഴിഞ്ഞാൽ നല്ലൊരു ബാർബിക്യൂ ഗ്രീൻ ചട്നി കിട്ടും. വിഷ്ണു ഡ്രസ് ചേഞ്ച് ചെയ്ത ഇതിൻ്റെ അത്ര ഫാസ്റ്റസ്റ്റ് ആയിട്ടുള്ളൊരു സാധനം എന്താ യുവി. ആ സമയത്ത് കിച്ചൺ ഒന്ന് ചെറുതായിട്ട് ക്ലീൻ ചെയ്തേ. നമ്മുടെ മാരിനേഷൻ എല്ലാം റെഡിയാണ്. ഇനി ഒന്ന് റാപ്പ് ചെയ്തിട്ട് എടുത്താൽ മതി. ഇത് യുവിക്കുള്ള ഒരു മാരിനേഷൻ ആണ് കേട്ടോ. ഇത് ജസ്റ്റ് കുറച്ചൊരു പെപ്പറും കുറച്ച് മഞ്ഞപ്പൊടി, പേരിനൊരു നാരങ്ങ നീരും കൂടെ മാത്രമുള്ള ഒരു മാരിനേഷൻ. ഇന്ന് യുവി ചിക്കൻ കഴിക്കും, ഗ്രിൽ ചിക്ക. മാരിനേറ്റ് ചെയ്ത ചിക്കനും ലാം ചോപ്സും അതേപോലെ നമ്മൾ ഉണ്ടാക്കിയ സാലഡും എല്ലാം പാക്ക് ചെയ്ത് നമുക്ക് ഇറങ്ങാം കേട്ടോ. വിഷ്ണു യുവിയൊക്കെ അടിപൊളിയായിട്ട് റെഡി ആയിട്ടുണ്ട്. ഞാൻ ഇട്ട ഡ്രസ്സ് തന്നെ എനിക്ക് വയ്യ മാറ്റാൻ. എന്താ ഇപ്പം സെഞ്ചറിൻ്റെ വീട്ടിലേക്ക് പോണത് അല്ലേ? മനസ്സിൽ എങ്ങനെ ഉണ്ടായിരുന്ന ബാർബിക്യൂ പാർട്ടിയാ. നമ്മൾ ലേക്കിൻ്റെ സൈഡിലൊക്കെ ഇരുന്ന് ഇവരെ വെള്ളത്തിലൊക്കെ ഇവനൊന്നും ഇറക്കാൻ പറ്റില്ല, കാരണം ചെറിയ കോൾഡ് പോലെയുണ്ട്. അപ്പോൾ എന്നാലും അവിടെ ഇരുന്ന് നല്ല വെതറാണല്ലോ. അങ്ങനെയൊക്കെ എൻ്റെ ബാർബിക്യൂ ആയിരുന്നു. അത് മടിയന്മാരുടെ സംസ്ഥാന സമ്മേളനം കാരണം നമ്മൾ വീട്ടിലോട്ട് മാറ്റി. നമ്മളങ്ങനെ ഇവിടെ അമ്മു ചേച്ചറിയും സഞ്ജേട്ടൻ്റെ അവിടെ എത്തിയിരിക്കുകയാണ്. കുറേ കാലമായില്ലേ നമ്മൾ ഇവിടെ അല്ല കഴിഞ്ഞ വീഡിയോയിൽ നമ്മളിവിടെ വരുന്ന ഒരു ചെറിയ ഷോട്ട് എടുത്തായിരുന്നല്ലോ അല്ലേ? ഞാനിവിടെ ഇടയ്ക്കിടയ്ക്ക് വരാറുണ്ട്, പക്ഷെ വീഡിയോ ഞാൻ ഇങ്ങനെ വരുന്നതൊക്കെ എടുത്തിട്ട് കുറേ ആയല്ലോ എന്നൊരു ഓർമ്മ. നല്ല സ്കൈ ഇവ കണ്ടോ? ബ്ലൂ സ്കൈ, നല്ല ക്ലിയർ ബ്ലൂ സ്കൈ കണ്ടോ? മൂളിക്ക് നോക്കടാ. വീട് മാറി വർത്താനം പറഞ്ഞത് എന്താണ് നിനക്കെങ്കിൽ സമയത്ത് വന്നത്? എല്ലാ ഡോറും എപ്പോഴും ഇപ്പൊ ഗീതമാണല്ലോ തുറക്കണേ. ഞാൻ സഞ്ജന്റെ വീട്ടിലാന്ന് പറഞ്ഞിട്ട് പിന്നെ വന്ന് ഇവിടെ തന്നെ. ഹലോ ബോയ്സ്, ഇത് യുവിയുടെ സ്പെഷ്യൽ മാരിനേഷൻ ആണ്. അങ്ങനെ ഫസ്റ്റ് റൗണ്ട് നമ്മൾ വെച്ചിട്ടുണ്ട്. ഇത് ഇലക്ട്രിക് ആവുകൊണ്ട് പെട്ടെന്ന് ആവും കേട്ടോ. ഇന്നലെ നമ്മളൊരു ഇലക്ട്രിക് ബാർബിക്യൂനെ പറ്റി പറഞ്ഞിട്ടുണ്ടായിരുന്നില്ലേ അല്ലത്? അപ്പൊ ഇതിൽ നമുക്ക് സ്മോക്കി ടേസ്റ്റ് വരണമെങ്കിൽ എന്താ ചെയ്യാ? ഇതില് വെള്ളം ഒഴിച്ച് അതിടണം. ഇട്ടോ നമ്മള് യുവിക്ക് ഇപ്പൊ ചെറുതായിട്ടൊരു പരിചയക്കേടുണ്ട്. പരിചയക്കേടെന്ന് മുഴുവൻ വിളിക്കാൻ പറ്റുമെന്ന് എനിക്കറിയില്ല. ഇടയ്ക്ക് അവന് മൂടുള്ള സമയത്ത് അവൻ കുറച്ച് പരിചയക്കേട് കാണിക്കുന്നതാണ്. മറ്റേ പാർക്കിന്റെ ഫീൽ ഇല്ലല്ലോ. നിങ്ങളെ പോലത്തെ മടിയന്മാര് കാരണമാണ്. ആദ്യമായിട്ട് ഇവിടെ ഗ്രിൽ ചിക്കൻ കഴിക്കണം. എല്ലാം എനിക്ക് തന്നെ കഴിക്കണം. നേതന്റെ ബർഗർ റെഡി ആയിട്ടുണ്ട്. വേണ്ട ഇവിടെ ഈ ഒരു വോള് ചെറുതായിട്ടൊന്ന് ചേഞ്ച് ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. മുകളിൽ ഇത് അമ്മുചേച്ചി സഞ്ജേട്ടനും പോയ കൺട്രീസിൽ ഷോർട്ട് ഗ്ലാസ്സസ് ആണ്. ഇതെന്താ സംഗതി എന്നറിയോ? ഇത് കുറച്ച് ഇൻട്രസ്റ്റിംഗ് ആണ്. ഇതിങ്ങനെ ഒരു ഫ്രെയിം അല്ല, ഇത് ഓരോ സ്ഥലത്തു നിന്നുള്ള ഫ്രിഡ്ജ് മാഗ്നറ്റ്സ് ആണ്. പക്ഷേ ഇതുണ്ടല്ലോ, ഇത് എന്താ പറയുക, മാഗ്നറ്റിക് പെയിൻറ്റോ അങ്ങനെ എന്തോ പറയും. അതിൻ്റെ മുകളിൽ നമുക്കിങ്ങനെ ഇത് സ്റ്റിക്ക് ചെയ്യാം. ബാക്കി ഫ്രെയിം പുറത്തിങ്ങനെ വെച്ചിരിക്കുക. കണ്ടോ? പക്ഷെ അത് ഭയങ്കര ഇഷ്ടപ്പെട്ടു. നമുക്ക് വേണ്ട സൈസിൽ അപ്പോൾ എടുത്തിട്ട് ഇതേപോലെ പെയിൻ്റ് അടിച്ച് നമ്മുടെ കയ്യിലുള്ള മാഗ്നറ്റ്സ് ഒക്കെ നമുക്കിങ്ങനെ സ്റ്റിക്ക് ചെയ്ത് വെക്കാനായിട്ട് പറ്റും.
ഈ ബാർസലോണ പള്ളി നല്ല രസമുണ്ടല്ലോ. സമയം ഇപ്പൊ ഏകദേശം ഒരു 9 മണിയൊക്കെ ആയിട്ടുണ്ടാവേ. ഇപ്പൊ സൺസെറ്റ് പിന്നെ അത്യാവശ്യം നല്ല ലേറ്റ് ആയിട്ടാണല്ലോ. സമ്മർ അങ്ങോട്ട് നല്ലോണം മൂർധന്യാവസ്ഥയിൽ എത്തിയിട്ടില്ലേ. നമ്മള് യുബിയുടെ സ്വീറ്റ് പൊട്ടറ്റോ ഒന്ന് ഇതിൽ വെച്ച് റെഡി ആക്കി എടുക്കാൻ. എന്ത് തോട്ട്? നമ്മള് യുവിയുടെ സ്വീറ്റ് പൊട്ടറ്റോ ആദ്യം ഒന്ന് ഇതിൽ വെച്ച് വേവിക്കാൻ നോക്കി. പക്ഷെ അത് നടക്കാത്തത് കാരണം ഇനി ബാക്കി നമ്മൾ സ്റ്റീം ചെയ്യാൻ പോവാണ്. മാംഗോ സാലഡ് ഇസ് നൈസ്. എന്റെ ഒരു വീഡിയോ ശരിയല്ല. ഞാൻ വീഡിയോ എടുക്കണ ഈ പുള്ളിക്ക് ഇഷ്ടമല്ല. അപ്പൊ കൈ പിടിച്ചൊലിക്കും. എനിക്ക് പൊതുവേ ബാർബിക്യൂ പരിപാടി ഇഷ്ടം കേട്ടോ. കാരണം നമ്മൾ അപ്പം ഇങ്ങനെ കുക്ക് ചെയ്ത് നമ്മളെല്ലാരും കൂടെ വർത്താനം പറഞ്ഞ് ഇങ്ങനെ ചുറ്റൂർന്ന് കഴിക്കാൻ നേരത്തെ അമ്മു ചേച്ചി നേരത്തെ അതാ പറഞ്ഞത് നമ്മൾ ബാർബിക്യൂ ചെയ്യാൻ പാടില്ലാന്ന്. ബാർബിക്യൂ ചെയ്ത ലുക്ക് പോകുന്നു എന്റെ. നമ്മുടെ ലാമ്പ് ഒന്ന് കുറച്ച് ഓവർ കുക്ക് ആയി പോയി. പക്ഷെ വിഷ്ണു അതാ കറക്റ്റ് എന്നാ പറഞ്ഞത്. അതെ, അടുത്ത വെച്ചോ. ഞാൻ കുറച്ച് വർത്താനത്തിൽ ബിസി ആയി പോയി, മറന്നുപോയി. എങ്ങോട്ട് പ്രതു? ഇത് ഞാൻ മാരിനേറ്റ് ചെയ്തല്ല കേട്ടോ. ഞാൻ ടേസ്റ്റ് ഉള്ളതുകൊണ്ടാണ്. ഉറപ്പാണ് ടേസ്റ്റ്. അല്ല, എനിക്ക് മാരിനേറ്റ് ചെയ്യാനൊന്നും പറ്റില്ല. പറ്റില്ലാന്ന് വെച്ച് കഴിഞ്ഞാൽ മിക്സ് ഉണ്ടാക്കും. വിഷ്ണു മാരിനേറ്റ് ചെയ്താൽ മാരിനേറ്റ് ചെയ്യും. മിക്സ് ഉണ്ടാക്കും. മാരിനേറ്റ് എനിക്ക് തൊടാനൊരു സുഖം തോന്നാറുള്ളൂ. പിന്നെ വിഷ്ണു അത് ചെയ്യോണ്ട് നമ്മളത് ചിന്തിച്ചിട്ടില്ല. എനിക്ക് ഒരു സുഖം തോന്നുന്നു. എനിക്ക് ചെയ്യാൻ അങ്ങനെ ഒരു രസമുള്ള കാര്യമല്ല അത്. അതുകൊണ്ട് ഫിഷ് ഞാൻ ചെയ്യും. മട്ടണും ചിക്കനും ഫിഷ് ഇപ്പൊ വാങ്ങിക്കാറില്ല. പക്ഷെ ഞാൻ ഉണ്ടല്ലോ കഴിഞ്ഞ ദിവസം എനിക്ക് ഫിഷ് ചെയ്യാൻ പറ്റുന്ന വിചാരിച്ചിട്ട് ഞാൻ അയില വാങ്ങിയിട്ട് അതിന്റെ തല വെട്ടി. പക്ഷെ അതിന് ശേഷം ഞാൻ ഫിഷ് കഴിച്ചിട്ടില്ല. ഭയങ്കര ബുദ്ധിമുട്ട്. എനിക്ക് ഞാൻ കട്ട് ചെയ്ത മൊത്തം അവിടെ പറഞ്ഞിട്ടുണ്ടാവും. എന്റെ വീട് മൊത്തം എനിക്ക് ക്ലീൻ ചെയ്ത് എളുപ്പമായതുകൊണ്ട് അത് ഇഷ്ടം. പക്ഷെ എനിക്ക് ക്ലീൻ ചെയ്തു എന്ന് പറഞ്ഞിട്ട് അങ്ങനെ അറപ്പ് പ്രശ്നമൊന്നുമില്ല. എനിക്ക് അറപ്പ് എന്ന് പറയാൻ പറ്റില്ല. എനിക്കൊരു ബുദ്ധിമുട്ടാണ് തോന്നുന്നത്. ഒരു പിന്നെ അല്ല, ഞാൻ ചെയ്യണമെങ്കിൽ ചെയ്യും. പക്ഷെ എനിക്ക് കഴിക്കാൻ പറ്റില്ല. പിന്നെ ചെയ്തില്ലെങ്കിൽ ഞാൻ കഴിക്കും. അപ്പൊ എനിക്ക് ലാഭം ഞാൻ കഴിക്കുന്നതല്ലേ. ഹായ്, ഞാൻ ഒന്ന് വാഷ്റൂം പോയി വന്നായിരുന്നേ. നല്ല രസമല്ലേ ഇവിടുന്ന് കാണാൻ വേണ്ടിട്ട്. എല്ലാവരും ഇരുന്ന് ഇങ്ങനെ വർത്താനൊക്കെ പറഞ്ഞ് റെസ്റ്റ് കഴിക്കുക. നിങ്ങൾക്ക് ഈ റോ വീഡിയോസ് ഇഷ്ടമാന്ന് പറഞ്ഞോണ്ടേ ഞാൻ ഇങ്ങനത്തെ വലിയ പണിയെടുത്തിട്ടില്ല കേട്ടോ. അതേപോലെ തന്നെ വെക്കുക ചെയ്തിട്ടുള്ളത്. പിള്ളേരുടെ ബെഡ് ടൈം ആയി. അവർ ഉറങ്ങാൻ വേണ്ടി പോയി. വാട്ടർമെലോൺ ബാർബിക്യൂ ചെയ്യോ? അയ്യോടാ, പാടായി പോടാ. അയ്യോടാ, സങ്കടായി കേട്ടോ കൊച്ചിന് സങ്കടായി. ഞാൻ കഴിച്ചു. പൈനാപ്പിൾ ഞാൻ കഴിച്ചിട്ടുണ്ട്. വാട്ടർമെലോൺ വളാഞ്ചേരി വിഷ്ണു ഒന്നും ഇങ്ങോട്ട് വരും പ്ലീസ്. ഭയങ്കര സന്തോഷം. വളാഞ്ചേരി ജിമ്മുണ്ട്, അവിടെ ലെഗ് ഒക്കെ ചെയ്യാൻ പറ്റും. അങ്ങനെയല്ല കേട്ടോ. ഞാൻ തവണ നാട്ടിൽ വന്നാല് കുറച്ച് വർക്ക്ഔട്ട് ചെയ്യണമെന്ന് വിചാരിച്ചിട്ടുണ്ടായിരുന്നു. പിള്ളേരെ മാത്രം പറഞ്ഞാൽ നമ്മൾ വെച്ച് പറയും. നാട്ടില് നല്ല ജിമ്മാണ് വളാഞ്ചേരി. ഇപ്പൊ വൈക്കത്തൂര് ഒരു ജിമ്മ്, വളാഞ്ചേരി ഒന്ന്, മറ്റേ വലിയൊന്ന് വേറെ ഒന്ന്. നമ്മളിങ്ങനെ ഓരോ ചെറിയ വളവുകളും ഓരോ പോക്കറ്റ് റോഡുകളിൽ പിന്നെ അതേപോലെ കോഴിക്കോട് ഭയങ്കര മറ്റേ ചായക്കടികളാണ്. സമോസ, എണ്ണപ്പലഹാരം. കൊച്ചിയിലും അതിന്റെ ചെറിയ വേഷം. ഇത് വളാഞ്ചേരിനെ കളിയാക്കിയതാണെന്ന് നിങ്ങൾ വിചാരിക്കരുത് കേട്ടോ. എനിക്ക് വളാഞ്ചേരി ഭയങ്കര ഇമോഷണൽ സ്ഥലമാണ്. എല്ലാ ആൾക്കാർക്കും അവരുടെ സ്ഥലം അങ്ങനെ ആയിരിക്കുമല്ലോ. അപ്പോൾ വളാഞ്ചേരി എന്ന് ആരെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ വാളും പരിചയത്ത് വെട്ടാനൊക്കെ വേണ്ടി ഇറങ്ങും. അപ്പോൾ എന്നെ ചൊറിയാൻ വേണ്ടി അവരോരോ കാര്യങ്ങൾ പറയുന്നത്. തനിക്കറിയണ്ടോ വിഷ്ണു?
എനിക്ക് ഏറ്റവും ഇഷ്ടം എരിവാണല്ലോ, അതുകൊണ്ട് എരി പക്ഷെ ഒരു ടേസ്റ്റ് അല്ല. അല്ല എരി ഒരു ഇറിറ്റേഷൻ ആയിട്ടാണ് പറയാ. പക്ഷെ എനിക്ക് ഇറിറ്റേഷൻ ഇഷ്ടം, എനിക്ക് ആ ശല്യം ഇഷ്ടം. എനിക്കിഷ്ടമുള്ള ശല്യം. പക്ഷെ എനിക്ക് വേറൊരു ടേസ്റ്റ് ഇല്ലെങ്കിലും എരി മാത്രം ഉണ്ടെങ്കിൽ എനിക്കത് ഒരു ചില കറിയൊക്കെ ഉണ്ടാക്കുമ്പോൾ ആദ്യം ഭയങ്കര ടേസ്റ്റ് കിട്ടും. ഒരു 2-3 ദിവസം കഴിയുമ്പോൾ ഭയങ്കര ഇരിഞ്ഞിട്ട് ആ ടേസ്റ്റ് പോയി. പണ്ട് ഞാനും ജിമ്മിൽ പോയി. ഞാൻ ഇവരോട് പറഞ്ഞ് രാത്രി ഞാൻ പണ്ടെങ്കിലും ജിമ്മിൽ പോകും. അപ്പൊ ഇവരോട് ഐസ് ചെമ്പ് ബിരിയാണി ഉണ്ടാക്കി വരുന്നു. വീട്ടിൽ അമ്മ കിടന്നുണ്ടോ, ഞാൻ വരാം. അമ്മ ചെമ്പ് ബിരിയാണി വെച്ചിട്ട് ഭയങ്കര ടേസ്റ്റ് നിർത്താൻ പറ്റണല്ലോ. സമ്മറായി കഴിഞ്ഞാൽ നമ്മൾ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ബാർബിക്യൂ ഒക്കെ ചെയ്യുമല്ലോ. ആ സമയത്ത് ഈ ഒരു സ്റ്റാൻഡ് നമ്മൾ ഓരോ തവണയും വാഷ് ചെയ്ത് ഡിഷ് വാഷറിൽ വെച്ച് ക്ലീൻ ചെയ്യില്ല എന്നാട്ടോ ഞാൻ കേട്ടിട്ടുള്ളത്. നമ്മൾ നല്ലോണം ക്ലീൻ ചെയ്ത് എണ്ണയൊക്കെ ഇട്ട് തുടച്ച് മാറ്റി വെക്കും. പിന്നെ ഒരു 2 days കഴിയുമ്പോൾ പിന്നെ ഉപയോഗിക്കുമല്ലോ. അങ്ങനെ കുറച്ച് യൂസിന് ശേഷമാണ് ഇത് പ്രോപ്പർ വാഷ് ചെയ്യാമെന്നാണ് വിദഗ്ധന്മാർ പറയുന്നത് ഞാൻ കേട്ടിട്ടുള്ളത്. എമിലിയൻ പാരീസിൽ പറയുന്നില്ലേ, ഈ ഒരു ഓംലെറ്റ് പാൻ അങ്ങനെ വാഷ് ചെയ്യില്ല, അതാണ് ഇതിലുണ്ടാക്കുന്ന ഫുഡിൻ്റെ ടേസ്റ്റ് എന്ന്. അപ്പോൾ അങ്ങനെ പരിപാടി കഴിഞ്ഞു. നമ്മളിനി എല്ലാവരും കൂടെ ചേർന്ന് കിച്ചണെല്ലാം ക്ലീൻ ചെയ്ത് മെല്ലെ ഇറങ്ങാൻ വേണ്ടി നോക്കുക കേട്ടോ. നാളെ എല്ലാവർക്കും സ്കൂളുള്ള ദിവസമാണ്, ജോലിയുള്ള ദിവസമാണ്, അതുകൊണ്ട് നമ്മൾ ഇറങ്ങാണ്. ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. വീണ്ടും നല്ലൊരു വീഡിയോ ആയിട്ട് കാണുന്നവരെ നന്ദി, നമസ്കാരം, സസ്നേഹം, തന്നെ മലയാളി. ടാറ്റാ.